ഒരു ചെറിയ വോയിസ് ഓവർ ചെയ്താലോ? വാട്സപ്പിലൂടെ നൈസായി ഇംഗ്ലീഷ് പഠിക്കാം, ഇഷ്ടമുള്ള സമയത്ത്, ഏതു പ്രായത്തിലും. ഇനി ഒരു IVR ചെയ്താലോ? ഞങ്ങളുടെ എല്ലാ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവുകളും ഇപ്പോൾ തിരക്കിലാണ്. അല്പനേരം കോൾ ഹോൾഡ് ചെയ്യൂ. ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉടൻ തന്നെ താങ്കളോട് സംസാരിക്കുന്നതാണ്. നന്ദി. കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വോയിസ് ഓവറും ഒരു IVRൻ്റെ ഒരു ചെറിയൊരു ഡെമോയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. എന്താണ് വോയിസ് ഓവർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വോയിസ് ഓവർ പരസ്യങ്ങളിൽ മാത്രമല്ല ഒരുപാട് ഫീൽഡുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ റീൽസിൽ നമുക്ക് ഒരുപാട് വോയിസ് ഓവർ കാണാം. ഇപ്പോൾ വെറുതെ ഒരു പാട്ടിട്ട് ഒരു വീഡിയോ ഇടുന്നതിന് പകരം വോയിസ് ഓവർ ചെയ്തിട്ട് ഇടുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി കൂടുകയും കുറച്ചുകൂടി ആളുകളിലേക്ക് അത് എത്തുകയും ചെയ്യാറുണ്ട്. ഡേ നമ്പർ 4 വോയിസ് ഓവർ. എൻ്റെ ഒരു വോയിസ് ഓവർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 മുതലാണ്. 2019 ഞാൻ ആകാശവാണിയിൽ ഒരു കാഷ്വൽ അനൗൺസറായിട്ട് എത്തുന്നത്. അപ്പോൾ അതാണ് ശരിക്കും വോയിസ് ഓവറിലേക്കും അല്ലെങ്കിൽ ശബ്ദമേഖലയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വായിക്കുന്നത് പോലെ ആവരുത് നമ്മുടെ വോയിസ് ഓവർ വരുന്നത്. എന്തായാലും നമ്മുടെ മുന്നിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. ആ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് തന്നെയായിരിക്കും നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നതും ആ സ്ക്രിപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറും വായന ആയിരിക്കരുത് വോയിസ് ഓവർ. നമ്മൾ ആ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമുക്ക് വായനയല്ലാതെ വോയിസ് ഓവർ ചെയ്യാൻ പറ്റുക? അതിന് ഏറ്റവും വലിയ കാര്യം പ്രാക്ടീസാണ്. നമുക്കൊരു പുസ്തകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഇതുപോലെ പരസ്യത്തിൻ്റെ ടാഗ് ലൈനുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. നമ്മുടെ TV വരുന്ന, റേഡിയോയിലൊക്കെ വരുന്ന പരസ്യങ്ങളുടെ ടാഗ് ലൈൻ വെറുതെ പറഞ്ഞു നോക്കുക. അപ്പോൾ ആ പറഞ്ഞു നോക്കുമ്പോൾ അതിലെ ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചിലത് വളരെ ലൗഡായിട്ട് പറയേണ്ട വോയിസ് ഓവറുകൾ ഉണ്ടായിരിക്കും. പരസ്യങ്ങൾക്കായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മൈജി ഓണം ഓഫറിൽ നിങ്ങൾക്ക് നേടാം ആകർഷകമായ സമ്മാനങ്ങൾ. ചിലത് വളരെ പതുക്കെ പറയേണ്ടതായിരിക്കും, വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഇമോഷൻ കണക്ട് ചെയ്യേണ്ടതായിരിക്കും. ഫോർ എക്സാമ്പിൾ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു ടാഗ് ലൈൻ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അപ്പോൾ ഒരിക്കലും വായനയാവരുത് വോയിസ് ഓവർ. പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും. സോ ഡു ഫോളോ ഫോർ Day 5.